റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വീണ്ടും അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ കീവിലുള്ള വിദേശ പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, അന്താരാഷ്ട്ര സംഘടനകളുടെ ജീവനക്കാർ എന്നിവർ എത്രയും വേഗം നഗരം വിട്ടു പോകണമെന്ന് റഷ്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. വരാനിരിക്കുന്ന ആക്രമണങ്ങൾ വളരെ ശക്തമായിരിക്കുമെന്നാണ് സൂചന ഇതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീവിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ആശങ്കാജനകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സംഘർഷത്തിന് പിന്നിൽ അടുത്തിടെ നടന്ന ഒരു ഡ്രോൺ ആക്രമണമാണെന്നാണ് റഷ്യയുടെ ആരോപണം. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ യുക്രൈനിലെ മേഖലയിൽ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിന് നേരെ യുക്രൈൻ ബോധപൂർവം ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റഷ്യ പറയുന്നത്. ഈ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരിൽ സാധാരണക്കാരും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നുവെന്നാണ് റഷ്യയുടെ വാദം. ഈ സംഭവത്തെ തുടർന്നാണ് യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ വലിയ തിരിച്ചടി നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടതെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം റഷ്യയുടെ ആരോപണം യുക്രൈൻ പൂർണ്ണമായി നിഷേധിച്ചു. തങ്ങൾ ആക്രമിച്ചത് റഷ്യയുടെ ഒരു പ്രധാന ഡ്രോൺ കമാൻഡ് യൂണിറ്റിനെ മാത്രമാണെന്നാണ് യുക്രൈൻ സൈന്യം വ്യക്തമാക്കിയത്. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് അവരുടെ വിശദീകരണം. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തിയിട്ടില്ല എന്നും യുക്രൈൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിൽ യുദ്ധഭീതി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കീവിൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈന്റെ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ, പ്രധാന സൈനിക കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്കായിരിക്കും റഷ്യയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീവിന് നേരെ റഷ്യ ആക്രമണം ശക്തമാക്കിയിരുന്നു. നിരവധി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പല പ്രദേശങ്ങളിലും കെട്ടിടങ്ങൾ തകർന്നു. വൈദ്യുതി വിതരണവും ആശയവിനിമയ സംവിധാനങ്ങളും തകരാറിലായി. സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് നിലനിൽക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് റഷ്യ ഉപയോഗിച്ച ഹൈപ്പർസോണിക് മിസൈലാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആണവായുധം വഹിക്കാൻ പോലും ഇതിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. റഷ്യ 4 വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ 3 തവണയാണ് ഈ അത്യാധുനിക മിസൈൽ ഉപയോഗിക്കുന്നത്. ഇത്തരം മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആയുധത്തിന്റെ ഉപയോഗം ലോകരാജ്യങ്ങളാകെ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കീവിലെ ജനങ്ങൾ ഇപ്പോഴും ഭീതിയോടെയാണ് കഴിയുന്നത്. രാത്രിയിലും പകലിലും സൈറൻ മുഴങ്ങുന്ന സാഹചര്യമാണ് നഗരത്തിൽ. ആക്രമണ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ ആളുകൾ മെട്രോ സ്റ്റേഷനിലേക്കും ഭൂഗർഭ ബങ്കറിലേക്കും ഓടുകയാണ്. കുട്ടികളും സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വലിയ ആശങ്കയിലാണ്. വിദേശ രാജ്യങ്ങളും സ്ഥിതിഗതികൾ അടുത്തതായി നിരീക്ഷിക്കുകയാണ്. കീവിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. ചില രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ ഇതിനകം തന്നെ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയുടെ മുന്നറിയിപ്പിനെ യുക്രൈൻ വിദേശകാര്യമന്ത്രി ശക്തമായി വിമർശിച്ചു. ഇത് വെറും ഭീഷണിപ്പെടുത്തൽ മാത്രമാണെന്നും ലോകരാജ്യങ്ങൾ ഇതിന് വഴങ്ങുമെന്നത് അദ്ദേഹം പറഞ്ഞു. യുക്രൈനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ റഷ്യൻ ആക്രമണങ്ങളിൽ യുക്രൈനിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പല നഗരങ്ങളിലും വീടുകളും സർക്കാർ കെട്ടിടങ്ങളും തകർന്നു. സാധാരണ ജനങ്ങൾക്കിടയിൽ മരണസംഖ്യ കൂടുന്നുണ്ട്. ആശുപത്രിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വരെ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഫലമുണ്ടാക്കാത്ത അവസ്ഥയിലാണ്. ലോകരാജ്യങ്ങൾ പലതവണ സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധഭീതിയിൽ ശക്തമായ നിലപാടുകളാണ് തുടരുന്നത്. റഷ്യയുടെ പുതിയ മുന്നറിയിപ്പ് യുദ്ധം കൂടുതൽ അപകടകരമാക്കിയ ഘട്ടത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഉപയോഗം ലോകസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. യുദ്ധം നീളുന്നതോടെ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വീടുകൾ വിട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ പഠനവും സാധാരണ ജീവിതവും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. പല കുടുംബങ്ങളും ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. സാമ്പത്തിക മേഖലയിലും ഈ യുദ്ധം വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷ്യവില, ഇന്ധനവില, വൈദ്യുതി ചെലവ് എന്നിവ പല രാജ്യങ്ങളിലും ഉയർന്നിട്ടുണ്ട്. യുദ്ധം കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും സമ്മർദ്ദം കൂടിയാണ്. അതേസമയം സമാധാനത്തിനായുള്ള പ്രതീക്ഷ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് ചില അന്താരാഷ്ട്ര നേതാക്കൾ പറയുന്നു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകത ലോകരാജ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. യുദ്ധം തുടരുകയാണെങ്കിൽ മാനുഷിക ജീവിതത്തിനും ലോകസുരക്ഷയ്ക്കും അതിന്റെ വില വളരെ വലുതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കീവിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അടുത്ത ദിവസങ്ങളിൽ നഗരത്തിനും യുക്രൈനും ഏറെ നിർണായകമായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും വീണ്ടും കീവിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.